നമസ്കാരം. ഇന്ത്യയുടെ ആയുധ കയറ്റുമതി കുതിച്ചുയരുന്നു. തല ഉയർത്തി രാജ്നാഥ് സിംഗ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ 23,622 കോടിയിലെത്തി. ഇത് തദ്ദേശീയ സൈനിക ഹാർഡ്വെയറിനുള്ള ആഗോള ഡിമാൻഡിൽ കുത്തനെയുള്ള വർധനവിനെ പ്രതിഫലിപ്പിക്കുന്നു. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 2,539 കോടി അഥവാ 12.04% വർധനവാണ് ഈ റെക്കോർഡ് കണക്ക് സൂചിപ്പിക്കുന്നത്. ഇത് ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിൽ വളരുന്ന ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുന്നു. പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഗണ്യമായ വർധനവാണ് ഈ വളർച്ചയ്ക്ക് കാരണമായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കയറ്റുമതിയിൽ 42.85% വർധനവുണ്ടായി. സ്വകാര്യ മേഖല 15,233 കോടി സംഭാവന ചെയ്തുകൊണ്ട് അതിന്റെ പ്രബലമായ പങ്ക് നിലനിർത്തി. ഇന്ത്യൻ പ്രതിരോധ നിർമ്മാതാക്കൾ ആഗോളതലത്തിൽ വളരുന്നതും വിദേശ രാജ്യങ്ങൾ ഇന്ത്യൻ നിർമ്മിത സൈനിക ഹാർഡ്വെയറിന് നൽകുന്ന സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതും ഈ ഡേറ്റ അടിവരയിടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ 2029 ആവുമ്പോഴേക്കും 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന അഭിലാഷ ലക്ഷ്യത്തിലേക്ക് സ്ഥിരമായി മുന്നേറുകയാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് എക്സിലെ ഒരു പോസ്റ്റിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നാഴികക്കല്ലിനെ പ്രശംസിച്ചു. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വാശ്രയത്തിനായുള്ള രാജ്യത്തിന്റെ പ്രേരണയും മുൻകൈയെടുത്തുള്ള സർക്കാർ നയങ്ങളുമാണ് വളർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇതിൽ ഉൾപ്പെട്ട എല്ലാ പങ്കാളികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ചരിത്രപരമായ സൈനിക ശക്തിയിൽ നിന്ന് ഹൈടെക് ആയുധങ്ങളുടെ കയറ്റുമതിക്കാരിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനം അതിന്റെ പ്രതിരോധ തന്ത്രത്തിലെ നിർവചിക്കുന്ന മാറ്റങ്ങളിലൊന്നാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യൻ കമ്പനികൾ വെടിമരുന്ന്, ആയുധങ്ങൾ, ഉപസംവിധാനങ്ങൾ, നിർണായക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ തരം സൈനിക ഹാർഡ്വെയറുകൾ ഏകദേശം 80 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. കയറ്റുമതിയിലെ വർധനവ് ഒരു കാലത്ത് വിദേശ വിതരണക്കാരെ വളരെയധികം ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ശേഷിയിലുള്ള അന്താരാഷ്ട്ര വിശ്വാസം വളരുന്നതിന്റെ സൂചനയാണ്. ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾ ഈ മാറ്റത്തിന് വഴിയൊരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും വിദേശ ആയുധ നിർമ്മാതാക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്തു. യുദ്ധവിമാന ഘടകങ്ങൾ മുതൽ മിസൈൽ സംവിധാനങ്ങൾ വരെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇപ്പോൾ വിവിധ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇപ്പോഴും ആഗോള ആയുധ വ്യാപാരത്തിന്റെ ഒരു ഭാഗം മാത്രമാണെങ്കിലും കണക്കുകളിലെ സ്ഥിരമായ വർധനവ് അതിന്റെ തന്ത്രപരമായ വീക്ഷണത്തിലെ ദീർഘകാല മാറ്റത്തെ സൂചിപ്പിക്കുന്നു. തുടർച്ചയായ നയപിന്തുണയും സാങ്കേതിക പുരോഗതിയും ഉപയോഗിച്ച് അന്താരാഷ്ട്ര പ്രതിരോധ വിപണിയിൽ ഇന്ത്യ അതിന്റെ പങ്ക് കൂടുതൽ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നതായി തോന്നുന്നു. ഇത് അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 കോടി എന്ന അഭിലാഷ ലക്ഷ്യം കൈവരിക്കുന്നതിലേക്ക് അടുപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.